തകർത്തിരിക്കുന്നു. ജമ്മു ആൻഡ് കാശ്മീരിൽ ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നു എന്നുള്ള ട്വീറ്റുകളൊക്കെ വരുന്നു. CNN ന്യൂസ് 18 തന്നെയുണ്ട്. ലഫ്റ്റനന്റ് ജനറൽ PB പാണ്ഡെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് അത് പറയുന്നത്. അതായത് ഈ ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കുന്നു ജമ്മുവിൽ നിന്നും ഒക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ സ്ഥിരീകരിക്കുന്നു ഈ സമയത്ത്. മനു കേൾക്കാമോ? ഇന്ത്യ വളരെ ഫലപ്രദമായി ആക്രമണങ്ങൾ തടയുന്നതിന്റെ ദൃശ്യങ്ങൾ ഓപ്പറേഷൻ സിന്ദൂർ എത്ര ശക്തമായി പാകിസ്ഥാൻ ആഘാതമേൽപ്പിച്ചു എന്നതിൻ്റെ, എത്രമാത്രം അവരെ പ്രകോപിപ്പിച്ചു അല്ലെങ്കിൽ എത്രമാത്രം അവർക്ക് ആഘാതമേൽപ്പിച്ചു എന്നതിൻ്റെ കൃത്യമായ ചിത്രം പുറത്തു വന്നിരിക്കുന്നു. അതിനുശേഷമാണ് ഇപ്പോഴും പാകിസ്ഥാൻ ആക്രമണം തുടരുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ജമ്മു എയർപോർട്ടിന് സമീപത്തേക്ക് നടന്ന എല്ലാ ആക്രമണങ്ങളും ഫലപ്രദമായി ചെറുക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഒരു കാര്യം. അതോടൊപ്പം പൂർണ്ണമായി ജയ്സാൽമീർ, ജമ്മു, അമൃത്സർ തുടങ്ങിയ സ്ഥലങ്ങൾ, അമൃത്സറിലും ജമ്മുവിലും ജയ്സാൽമീറിലും ഒക്കെ പൂർണ്ണമായ ബ്ലാക്ക് ഔട്ടുകളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ചണ്ഡീഗഡിലും പൂർണ്ണമായും ബ്ലാക്ക് ഔട്ട്. യെസ്, ജമ്മുവിലും ജയ്സാൽമീറിലും അമൃത്സറിലും ഇത് നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു. ഡൽഹിയിൽ ആളുകൾ, കേന്ദ്ര സർക്കാർ ജീവനക്കാർ അവധികൾ ക്യാൻസൽ ചെയ്ത് വരണമെന്ന നിർദ്ദേശം വന്നിരിക്കുന്നു. തീർച്ചയായും എന്തായാലും അതിർത്തി ആകെ കലുഷിതമാണ്. വലിയ രീതിയിലുള്ള പ്രത്യാക്രമണം നടത്തുന്നുണ്ട് ഇന്ത്യ. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വലിയ പ്രകോപനം തുടരുന്നു. അതിനിടയിൽ പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തു എന്ന ചില വാർത്തകൾ കൂടി വരുന്നുണ്ട്. അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തു എന്ന ചില വാർത്തകൾ കൂടി വരുന്നു. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് ഈ നിമിഷം ആ വാർത്തകളിലേക്ക് പോകേണ്ടുന്ന ഗുജറാത്തിലെ ഇപ്പോൾ വരുന്നത് ഗുജറാത്തിലെ